ഇങ്ങനെയൊരു ഇപ്പോൾ ഇതൊരു മാറ്റത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് പഠനങ്ങൾ തുടങ്ങുന്ന അങ്ങനെ അതിനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? അതായത് ഇതൊരു നമുക്ക് മനസ്സിലേക്ക് വരണമല്ലോ ഇങ്ങനെയൊരു രാഷ്ട്രീയം. അപ്പോൾ അത് പറഞ്ഞു 2 വർഷത്തെ ഒരു പഠനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വായന ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടക്കം, ഒരു സ്പാർക്ക് എങ്ങനെയുണ്ടായി? ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് BJPയും സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആദ്യം ഉള്ള സ്പാർക്ക് തന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ എപ്പോഴുള്ള എനിക്കെതിരെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ സംഘടനകളുമായിട്ടും ബന്ധമുണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് രാഷ്ട്രീയ സംഘടനകളുമായിട്ടുള്ള ബന്ധമല്ല, എല്ലാത്തിലുമുള്ള ആളുകളുമായി എനിക്ക് സുഹൃത്ത് ബന്ധമുണ്ട്. ഒരു പൊതുപ്രവർത്തനം അങ്ങനെ വേണമല്ലോ. എല്ലാവരുമായിട്ട്, അതിപ്പോഴാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. എല്ലാവരുമായിട്ടൊരു സമ്പർക്കവും സുഹൃത്ത് ബന്ധവും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുമിച്ച് നമ്മൾ കിടന്നുറങ്ങുന്നതും നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടാവും. അതിലേറ്റവും കൂടുതലുള്ള AVP-കാരാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. അത് എൻ്റെ കുറ്റമല്ല. എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതും സ്കൂളിൽ പഠിച്ചതും കോളേജിൽ ലോ കോളേജിൽ ഒരുമിച്ചുള്ളതായിരുന്ന ആൾക്കാരെല്ലാം AVP-കാരാണ്. അപ്പോൾ അവരുമായിട്ടൊരു സമ്പർക്കമുണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം ഞാനൊരു അന്തം കമ്മിയായിരുന്നു. അത് കാര്യമായിട്ട് ഞാനൊരു അന്തം കമ്മിയായിരുന്നു. ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത്, കാരണം എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആൾക്കാരത്തെ ഞാൻ തർക്കിക്കാൻ പോവുള്ളൂ, അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് AVP-കാരുടെ അടുത്താണ്. അപ്പോൾ ഈ തർക്കിച്ച് ഈ പറയുന്ന മറ്റേ സിനിമയിൽ പറയുമല്ലോ, അഴകിയ രാവണല്ലേ, വെറുത്ത് അവസാനം കുട്ടിശേഖറിന് ഇഷ്ടം തോന്നിയെന്ന് പറയുന്ന പോലെയാണ്. ആ തർക്കങ്ങൾ, ഒരു ഡയലക്റ്റിക്സ് ഉണ്ടല്ലോ. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആശയം അല്ലെങ്കിൽ 2 ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്കൊരു ഡയലക്റ്റിക്സ് ഉണ്ട്. ആ ഡയലക്റ്റിക്സിലൂടെയാണ് യഥാർത്ഥ പ്യുവർ സാധനം ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ പ്യുവർ ആശയം ഉണ്ടായി വരുന്നത്, ഒരു മെറിറ്റോറിയസ് ആയിട്ട് ആശയം ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. കാരണം ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട്, കാരണം ഞാൻ എൻ്റെ ഒരു അറിവ് ഉറയ്ക്കുന്ന, ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് CPM-ൻ്റെ കൊടി പിടിച്ച ഒരാളാണ് ഞാൻ. ആ ചെങ്കൊടി പിടിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് അമ്മ എപ്പോഴും എന്നെ കളിയാക്കും. കാരണം CPM-ൻ്റെ കൊടി ഒരു മറ്റേ നമ്മളെ ട്യൂബ് ഉണ്ടല്ലോ, ഇത് പ്ലാസ്റ്റിക് കമ്പിയിൽ പ്ലാസ്റ്റിക് ട്യൂബിൽ കെട്ടി എപ്പോഴും ഞാൻ എൻ്റെ ചുവരിലിങ്ങനെ വെച്ചേക്കും. SFIയുടെയും CPM-ൻ്റെയും കൊടി. ഒരു മറ്റേ ഈ സന്ദേശ സിനിമയിൽ നമ്മളെ ശ്രീനിവാസൻ്റെ മുറിയില്ലേ, അതുപോലെ അതൊരു വികാരമാണ്, അതൊരു ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഒരു എസ്തെറ്റിക്സ് അല്ലാതെ, അല്ലെങ്കിൽ കാണുന്നതിലെ ഭംഗിയും നമുക്കുണ്ടാകുന്ന വികാരവുമല്ലാതെ ആ ഒരു രാഷ്ട്രീയം, ആ ഒരു കാര്യം നാടിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കാരണം സമൂഹത്തെ നന്നാക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തിരസ്കരിക്കപ്പെടുകയും ആട്ടിപ്പായിക്കുകയും ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്ന രാഷ്ട്രീയമാണ് എപ്പോഴും CPM രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം. അത് തിരിച്ചറിയാൻ എനിക്ക് തന്നെ ഒരു അനുഭവം വേണ്ടി വന്നു, ഒരു തിക്താനുഭവം വേണ്ടി വന്നു. ഞാൻ ആക്രമിക്കപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ നന്നായി എന്നുള്ളതാണ്. അന്ന് ഞാൻ ആക്രമിക്കപ്പെട്ടില്ലെങ്കിൽ, അന്ന് ഞാൻ വ്യക്തിഹത്യ നടത്തപ്പെട്ടില്ലെങ്കിൽ, അന്ന് CPM എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് എത്ര വികൃതമായി പോയേനെ. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നത് 23 വയസ്സ് കഴിഞ്ഞ് 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അന്ന് ഉറച്ചു പോകുമായിരുന്ന എൻ്റെ രാഷ്ട്രീയത്തെ, പക്ഷേ ഈശ്വരൻ എനിക്ക് വേറൊരു യഥാർത്ഥ ഒരു കാഴ്ചപ്പാട് ഈശ്വരൻ എന്നിലേക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്കൊരു ബോധമുണ്ടാവണം. അതിന് എനിക്ക് മോശാനുഭവങ്ങൾ ഗുണപ്പെട്ടു എന്നുള്ളതാണ്. പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, അതായത് ABP-യുമായിട്ടുള്ള സംഘർഷങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ കോളേജിലൊക്കെ SFI ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ASF-കാരെയായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അല്ല, ഒന്ന് പ്രധാനമായിട്ടും 2 ഇടത് പാർട്ടികൾ SFIയുടെയും CPM-ൻ്റെയും ഏറ്റവും വലിയ ബദ്ധശത്രുക്കൾ CPI-യും ASF-ഉം തന്നെയാണ്. കാരണം എന്തോ ഈ പരസ്പരം ഏറ്റുമുട്ടാനാണ് അവർക്ക് ഇഷ്ടം. ഇപ്പം തന്നെ പിണറായി വിജയനെയും ഗോവിന്ദ മാഷിനെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആരാണ്? ഒളിഞ്ഞും തെളിഞ്ഞുമാണെങ്കിൽ വിനയ് വിശ്വമാണ്, അല്ലെങ്കിൽ പണ്ട് കാനൻ രാജേന്ദ്രനായിരുന്നു. അതവരുടെ രീതിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ASF-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന അരുൺ ബാബു എൻ്റെ അടുത്ത സുഹൃത്താണ്. അരുൺ ബാബുവിനൊക്കെ വിവസ്ത്രനായി തിരുവനന്തപുരം, പക്ഷേ തുണിയില്ലാതെ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ SFIക്കാർ ഓടിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ്. അപ്പോൾ അവർക്കൊരു പ്രതിപക്ഷ ബഹുമാനമില്ല, അല്ലെങ്കിൽ കൂടെ ഉള്ളവനോടും ബഹുമാനമില്ല. ഈ ഒരു രീതിയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത്. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത മാനസികാവസ്ഥയെന്ന് എനിക്ക് പറയാനുള്ളൂ.